കനത്ത പ്രതിസന്ധിയിലൂടെയാണ് യുക്രൈൻ കടന്നുപോകുന്നത്. വർഷങ്ങൾ നീണ്ട യുദ്ധം യുക്രൈന്റെ സാമ്പത്തിക സൈനിക ശക്തിയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. അതിനിടെ റഷ്യ ആക്രമണം ശക്തമാക്കിയത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ മഴയാണ് റഷ്യ യുക്രൈനിൽ പെയ്യിക്കുന്നത്. കനത്ത നാശമാണ് റഷ്യൻ ഡ്രോണുകൾ യുക്രൈനിൽ വിതയ്ക്കുന്നത്. അതിനിടെ മറ്റൊരു വലിയ പ്രതിസന്ധിയുടെ പിടിയിലാണ് സെലൻസ്കി സർക്കാർ. ഭരണകാലത്തെ ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ് സെലൻസ്കിയെ പിടിച്ചുകുലുക്കുന്നത്. യുക്രൈന്റെ അധികാര കേന്ദ്രങ്ങൾ അമ്പരപ്പിലാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് സെലൻസ്കി സർക്കാർ. ഇതൊരു വലിയ തിരിച്ചടിയാണ്. സർക്കാർ അനുകൂലിയായ ഒരു പാർലമെന്റ് അംഗം പേര് വെളിപ്പെടുത്താതെ പ്രമുഖ മാധ്യമമായ കീവ് ഇൻഡിപെൻഡന്റിനോട് പറഞ്ഞു. സെലൻസ്കിയോട് പറയാനുള്ളത് ശക്തമായ നടപടി സ്വീകരിക്കുക എന്നതാണ്. അദ്ദേഹത്തിന്റെ പരിവാരങ്ങളിലെ ആളുകളെ ഒഴിവാക്കുകയും ചെയ്യണം, പാർലമെന്റ് അംഗം വ്യക്തമാക്കി. യുക്രൈനിലെ നാഷണൽ ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് അഴിമതി കണ്ടെത്തിയത്. സെലൻസ്കിയുമായി അടുപ്പമുള്ള തിമൂർ മിൻഡിച്ചിനു നേർക്കാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. യുക്രൈനിലെ ഊർജ്ജ ഉൽപാദനത്തിനും സംഭരണത്തിനും തിമൂർ മിൻഡിച്ചിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കൈക്കൂലി വാങ്ങിയതായി ആന്റി കറപ്ഷൻ ബ്യൂറോ ആരോപിക്കുന്നു. മാത്രമല്ല, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പണം വെട്ടിക്കുറച്ചതായും ആരോപണം ഉയർത്തുന്നു. സെലൻസ്കി സർക്കാരിലെ നിരവധി വ്യക്തികളും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആരോപണത്തെ തുടർന്ന് 2 മന്ത്രിമാർ രാജിവെച്ചു. നീതിന്യായ മന്ത്രി ഹെർമൻ ഹാലുഷ്ചെങ്കോയും ഊർജ്ജ മന്ത്രി സ്വിറ്റിയാന ഫ്രിൻചുക്കുമാണ് രാജിവെച്ചത്. യുക്രൈനിൽ റഷ്യയുടെ ആക്രമണം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും കനത്ത ശൈത്യത്തിലേക്കാണ് യുക്രൈൻ നീങ്ങുന്നത്. രാജ്യത്തുടനീളം നിരന്തരം വൈദ്യുതി തടസ്സങ്ങൾ നേരിടുന്നു. യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ വൈദ്യുതി വിതരണത്തെ മാത്രമല്ല, ഗ്യാസ്, വെള്ളം എന്നിവയെയും പ്രതിസന്ധിയിലാക്കുന്നു. സൈനികരും സാധാരണക്കാരും യുദ്ധത്തിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ചിലർ സ്വയം സമ്പന്നരാകുന്നുണ്ടെന്ന വാർത്ത യുക്രൈനിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ആളുകൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇതോടെ റഷ്യയ്ക്കൊപ്പം യുക്രൈനിലെ ജനങ്ങളും സെലൻസ്കിയെ പ്രതിരോധത്തിലാക്കുന്നു. അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ആക്രമണ പ്രത്യാക്രമണങ്ങൾ ശക്തമായി തുടരുന്നു. റഷ്യയുടെ എണ്ണ സംഭരണികളെ യുക്രൈൻ തകർത്തു. എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് യുക്രൈനെ ദിവസങ്ങളോളം റഷ്യ ഇരുട്ടിലാക്കി. ആധുനിക കാലത്തെ മാരകായുധമായി ഡ്രോണുകളെ റഷ്യയും യുദ്ധത്തിനായി കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങി. ഇതോടെ യുക്രൈൻ വലിയ പ്രതിരോധത്തിലായി. അക്ഷരാർത്ഥത്തിൽ ഡ്രോൺ മഴ തന്നെ യുക്രൈൻ റഷ്യയിൽ പെയ്യിക്കുന്നു. യുക്രൈനിലെ നഗരങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം കടുപ്പിച്ചു. യുദ്ധത്തിൽ റഷ്യ നടത്തിയ ഏറ്റവും തന്ത്രപരമായ നീക്കങ്ങളിലൊന്നായിരുന്നു ഇത്. ഡ്രോൺ ആക്രമണങ്ങളുടെ പരമ്പര തന്നെ റഷ്യ യുക്രൈനിൽ നടത്തുകയാണ്.